ഈ കഥ കേരളത്തിൽ നടന്നൊരു സംഭവമാണ്. അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള റിയലായിട്ട് നടന്നൊരു സംഭവമാണ്. അപ്പം ഞാൻ ഒരു 15 മിനിറ്റ് പുള്ളി കഥ പറയാൻ പറഞ്ഞപ്പോൾ കഥ പറഞ്ഞ് 2.5-3 മണിക്കൂർ ശരിക്കും ഒരു സിനിമ കാണുന്ന സ്തംഭിച്ചിരുന്നു. ഇതൊക്കെ നടക്കുന്നതാണെന്ന് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ നടക്കുന്ന ഒരു കാര്യമാണ് ചേട്ടാ. ആ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ അതിന് ചെറിയൊരു ഷോട്ട് മാത്രം ഞാൻ പറയാം. കേരളത്തിലെ ഒരു പ്രമുഖ വ്യവസായി ഒരു ബ്ലഡ് ബാങ്ക് തുടങ്ങുന്നതിന് വേണ്ടി ഏകദേശം 10 ലക്ഷം പേരോളം വ്യക്തികളുടെ കയ്യിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്തു. അദ്ദേഹത്തിനും അറിയാം, അന്നത്തെ സർക്കാരിനും അറിയാം, ഒരു സ്വകാര്യ വ്യക്തിക്ക് ബ്ലഡ് ബാങ്ക് തുടങ്ങാൻ കഴിയില്ല എന്ന്. പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ പ്രസ്ഥാനം? അതിൻ്റെ പുറകിൽ ഞങ്ങൾ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരുപാട് വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അത് സ്റ്റോപ്പായി. പക്ഷേ ഇത് സെറ്റിൽമെന്റിന് വന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ കൂടെ ഒരു 10-33 പേരുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ എല്ലാവരുടെ കയ്യിലും ടൂളുണ്ട്. മനസ്സിലായോ? നയവന്മാർ പണിയിട്ടെ. അപ്പം ഞാനിത് പറഞ്ഞു വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിഷയം, ആ ഒരു സബ്ജക്റ്റായിരുന്നു ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം. അതിനുശേഷം നിങ്ങൾക്കറിയാം, ജോസഫ് എന്ന് പറഞ്ഞൊരു സിനിമ വന്നിരുന്നു. അതിന് ശേഷമാണ് വന്നിരുന്നത്. ജോസഫിലെ കണ്ടന്റ് ഇതിങ്ങനെ നടക്കാൻ സാധ്യതയില്ല എന്ന് പലരും പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞു, ഇത് റിയലായിട്ട് ഇവിടെ നടക്കുന്ന സംഭവമാണെന്ന്. ഇതിൽ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റയർ ബ്ലഡ് ഗ്രൂപ്പുകാരുടെ ഒരാളുടെ വില എന്ന് പറയുന്നത് ഇപ്പോൾ AB നെഗറ്റീവുകാരൻ്റെ വില 10 to 25 CR. ഇത് അവർക്ക് പോലും അറിയത്തില്ല. അതുപോലെ തന്നെ ബോംബെ O പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാളുടെ വില 25 കോടി മുതൽ 50 കോടി രൂപയാണ്. ഒരു ആളുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി ആലുവ റൂറൽ SP-യുടെ ഒരു പ്രസ് മീറ്റ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇത് കണ്ടതിൻ്റെ വെരി നെക്സ്റ്റ് ഡേ തന്നെ തൃശ്ശൂരുള്ള ഒരു ഏജന്റിന്റെ അടുത്ത് ഞാൻ പോയി അയാളെ ഞാൻ ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. അയാൾ തന്നെ പറയണം, അയാൾ 500ഓളം കിഡ്നിക്ക് മാത്രം അയാൾ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിട്ടുണ്ടെന്ന്. പൊളിച്ചേട്ടാ നമസ്കാരം. നമസ്കാരം. പൊളിച്ചേട്ടൻ ഒരു സംവിധായകനാണ്, സാമൂഹിക പ്രവർത്തകനാണ്. ഇപ്പോൾ തൂഫാനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രോഗ്രാമുകളിൽ പോലീസിനെ തന്നെ സഹായിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സാമൂഹിക ബോധമുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊളിച്ചേട്ടൻ സിനിമയിലേക്ക് വന്നത് എങ്ങനെയാണ്, ഒരു സംവിധായകനായി എങ്ങനെയാണ് ആയത് എന്ന് അറിയാനായിട്ടുള്ള ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം? സംവിധായകനായത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹൈദരാബാദിൽ എൻ്റെ അവിടുത്തെ മലയാളി അസോസിയേഷൻ്റെ ബന്ധപ്പെട്ട് കഴിഞ്ഞ പടത്തിൻ്റെ നമ്മുടെ പ്രൊഡ്യൂസർ ജോഷി മുരുങ്ങൂർ, അദ്ദേഹം ഒരു ചെറിയ കുട്ടികളുടെ ഒരു മൂവി ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നു. അവിടെ വലിയൊരു പൂജ നടത്തി സിനിമ തുടങ്ങുന്നതിന് വേണ്ടി. പൂജ നടത്തി കഴിഞ്ഞതിന് ശേഷം അന്ന് അതിൻ്റെ ഡയറക്ടർ സ്ക്രിപ്റ്റ് എല്ലാം റെഡിയായി കഴിഞ്ഞിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ആ പടത്തിൻ്റെ ലൈൻ പ്രൊഡ്യൂസറായിരുന്നു. അപ്പം ജോഷി പറഞ്ഞതിനനുസരിച്ചിട്ട് ഈ ഡയറക്ടറായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സ്ക്രിപ്റ്റ് ഇല്ല എന്ന് മനസ്സിലായി. ഇയാളുടെ സ്ക്രിപ്റ്റ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇയാൾ സ്ക്രിപ്റ്റേ കൊണ്ടുവരുന്നില്ല. അപ്പം നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി, ഇത് പൈസ അടിച്ച് മാറ്റാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു തട്ടിപ്പാണെന്നാണ് എനിക്കും ജോഷിയേട്ടനും മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ജോഷിയേട്ടൻ പറഞ്ഞു, എടാ ഇത്രയും വലിയ ആൾക്കാരെ വെച്ച് നമ്മൾ പൂജ നടത്തിയതല്ലേ, സോ നമുക്ക് ഒരു കാര്യം ചെയ്യണം, ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സിനിമ തുടങ്ങിയേ പറ്റുള്ളൂ, നമുക്ക് നല്ല കഥകൾ ഉണ്ടായിക്കൊണ്ടിരണം. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോടൊരു കഥ പറഞ്ഞു. ഈ കഥ കേരളത്തിൽ നടന്നൊരു സംഭവമാണ്. അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള റിയലായിട്ട് നടന്നൊരു സംഭവമാണ്. അപ്പം ഞാൻ ഒരു 15 മിനിറ്റ് പുള്ളി കഥ പറയാൻ പറഞ്ഞപ്പോൾ കഥ പറഞ്ഞ് 2.5-3 മണിക്കൂർ ശരിക്കും ഒരു സിനിമ കാണുന്ന സ്തംഭിച്ചിരുന്നു. ഇതൊക്കെ നടക്കുന്നതാണെന്ന് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ നടക്കുന്നൊരു കാര്യമാണ് ചേട്ടാ. അപ്പോൾ നമ്മളൊന്ന് സിനിമാറ്റിക് ഓർഡറിലാക്കണം, അത്ര മാത്രമേ ഉള്ളൂ. എടുത്തു നോക്കി പുള്ളി പറഞ്ഞു, ഇത് വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ നിന്നെ കൊണ്ടേ പറ്റുള്ളൂ, നീയാണ് ഈ പടത്തിൻ്റെ ഡയറക്ടർ, എൻ്റെ ഡയറക്ടർ നീയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കിയുള്ള എഴുത്തും കാര്യങ്ങളും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് ആ സിനിമ ഉണ്ടാകുന്നത്. ആ സിനിമ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ വരുന്ന വില്ലനായിട്ട് വരുന്ന വ്യക്തി കേരളത്തിലെ തന്നെ ഒരു പ്രമുഖ വ്യവസായിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻസർ ബോർഡിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ 35 മിനിറ്റ് ഈ സിനിമയുടെ കണ്ടന്റ് കട്ട് ചെയ്ത് കളഞ്ഞു. പ്രധാനപ്പെട്ട കണ്ടന്റ് ഡിഫമേഷൻ കേസ് വരും, അതുകൊണ്ട് ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു 35 മിനിറ്റ് ഇവർ കണ്ടന്റ് കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു സിനിമ എടുത്തു കഴിഞ്ഞിട്ട് സെൻസർ ചെയ്യാൻ സമയത്ത് ഇതുപോലെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ
ഞാനും എൻ്റെ ആദ്യത്തെ പടം, ആ പടം റിലീസാവാതെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനില്ല. ആ ഒരു ബോധ്യമുണ്ട്. ഇത്രയും കോടിക്കണക്കിന് മുടക്കി കഴിഞ്ഞിട്ട് അദ്ദേഹവും തെരുവിൽ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഇറക്കിയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ബാക്കി എന്ത് നടപടികൾ സ്വീകരിക്കാം എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ. പിന്നീട് ആ സിനിമ നമ്മൾ റിലീസ് ചെയ്യുകയും ചെയ്തു. പക്ഷെ അതിന് സെൻസർ ബോർഡ് മുതൽ, ആ സിനിമയുടെ പേരെന്തായിരുന്നു? മാഫിഡോണ എന്നായിരുന്നു സിനിമയുടെ പേര്. ശരിക്കും പറഞ്ഞാൽ ആ സിനിമ റിലീസ് റിലീസ് ചെയ്തിട്ട് അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ പോലും നമ്മളെ ചതിച്ചു എന്നുള്ളതാണ്. 60 തിയേറ്ററാണ് നമ്മൾ റിലീസ് പറഞ്ഞത്. ആകെ 19 സെൻറ്ററിൽ മാത്രമേ പടം റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് മോർണിംഗ് ഷോ അല്ലെങ്കിൽ C ക്ലാസ് തിയേറ്ററിൽ, അങ്ങനെ കുറച്ച് തിയേറ്ററിൽ മാത്രമേ റിലീസ് ചെയ്തുള്ളൂ. അത് മാത്രമല്ല, ഈ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ഇതിൻ്റെ ഹാർഡ് ഡിസ്കുമായിട്ട് പോയി. അവനെ വിളിച്ചിട്ടെടുക്കുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാനും ജോഷിയേട്ടനും കൂടെ അവൻ്റെ വീട്ടിൽ അന്വേഷിച്ച് പോയി കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് എടുക്കാത്തതുകൊണ്ടാണ് പോയത്. ഞാൻ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ട് തന്നെ പോയത്. കാരണം അല്ലെങ്കിൽ പിന്നെ ഇവന്മാരുടെ സ്വഭാവം ഉറപ്പായിട്ടും വരും. പ്രത്യേകിച്ച് അവനെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഞാനും ജോഷിയേട്ടനും കൂടെ വീട്ടിൽ ചെന്നു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവർക്ക് നമ്മളെ ജെന്യൂനിറ്റി മനസ്സിലായി. അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ഏതാണ്ട് ഒരു 8 കിലോമീറ്ററോളം കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ഡിസ്ട്രിബ്യൂട്ടർ ഉമ്മ ഞങ്ങൾ വിളിച്ചു, മക്കളെ നിങ്ങൾ എവിടെ എത്തി? അപ്പോൾ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഇത്ര സ്ഥലം വരെ എത്തിയിട്ട് അടൂർ എത്താറായിട്ടുണ്ട്, ആ റൂട്ടിലാണ് ഞങ്ങളുള്ളതെന്ന് പറഞ്ഞു. എന്നാൽ മക്കൾ നിർത്തേണ്ട, വിട്ട് പൊക്കോ, ഇവിടെ നിങ്ങൾ ഇറങ്ങിയതിന് ശേഷം കുറച്ച് കൊട്ടേഷൻ ടീം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട് കയറി ആക്രമിക്കണം എന്ന് പറഞ്ഞിട്ട് അവരുടെ മകൻ വിളിച്ച് പറഞ്ഞിട്ടാണ് വന്നേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ സംസാരിച്ചത്. ഞങ്ങൾ വിട്ടു വന്നു. ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. അവിടുന്ന് 2 കിലോമീറ്റർ ഏകദേശം അടൂർ ഏനാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഏനാത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോള് വരാണ്. പോളിയല്ലേ? ഞാൻ പറഞ്ഞ പോളിയാണ്. പോളി വടക്കനാണെന്ന് പറഞ്ഞു. നമ്മളൊരു ഭീഷണി സ്വരം വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പോളി വടക്കനാണെന്ന് പറഞ്ഞു. നീ റിയാനിലല്ലേ താമസിക്കുന്നത്? അതെ, ഞാൻ റിയാനിലെ റൂം നമ്പർ 105 താമസിക്കുന്നത്. ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ഫേമസ് ഗുണ്ടയാണ് വിളിക്കണത്. നീ എവിടെ ഉണ്ടെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നീ ഇന്നാളുടെ വീട്ടിൽ പോയിരുന്നെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പോയിരുന്നു. എൻ്റെ സിനിമയുടെ ഹാർഡ് ഡിസ്ക് കൊണ്ട് 25 ലക്ഷം ഡിസ്ട്രിബ്യൂഷനും വാങ്ങിച്ച ഒരുത്തൻ മുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്വേഷിച്ചുകൊണ്ട് ഉത്തരവാദിത്തമുണ്ട്. അത് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് തന്നെ ചെയ്തിട്ട് തന്നെ പോയി. ഞാൻ ജുമ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം, നിന്നെ കാണണം എന്ന് പറയണം. ജുമ കഴിഞ്ഞിട്ട് എന്നെ കാണുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ റൂമിലുണ്ടാവും എന്ന് പറഞ്ഞു. ഞാനപ്പോൾ അന്ന് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന, അന്ന് DYSP ആയിരുന്ന VS നവാസിനെ വിളിച്ച് കാര്യം പറഞ്ഞു. പറഞ്ഞപ്പോൾ നവാസ് അപ്പം തന്നെ വിളിച്ചു പുള്ളിനെ. അവനെൻ്റെ അനിയനാണ്. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അല്ല സാർ, ഇങ്ങനെ മട്ടാഞ്ചേരിയിൽ നിന്ന് ഒരുത്തൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ വിളിച്ചതിൻ്റെ പേരിൽ ഞാൻ വിളിച്ചു ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നീ ആരാടാ വിളിച്ചു ചോദിക്കാന്ന് ചോദിച്ചു. അപ്പോൾ അവന് പണി മണത്തു. ഇത് പണി പാളുന്ന ലക്ഷണം. അത് സ്റ്റോപ്പായി. പക്ഷെ ഇത് സെറ്റിൽമെന്റിന് വന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ കൂടെ ഒരു 10-33 പേരുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ എല്ലാവരുടെ കയ്യിലും ടൂളുണ്ട്. മനസ്സിലായോ? ഇവന്മാർ പണിയിട്ടെ. അപ്പം ഞാനിത് പറഞ്ഞു വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിഷയം, ആ ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം. അതിനുശേഷം നിങ്ങൾക്കറിയാം, ജോസഫ് എന്ന് പറഞ്ഞ സിനിമ വന്നിരുന്നു. അതിന് ശേഷമാണ് വന്നിരുന്നത്. ജോസഫിലെ കണ്ടന്റ്, ഇതിങ്ങനെ നടക്കാൻ സാധ്യതയില്ല എന്ന് പലരും പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞു, ഇത് റിയലായിട്ട് ഇവിടെ നടക്കുന്ന സംഭവമാണെന്ന്. ഈ അവയവദാനവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ നമ്മൾ ഒരുപാട് വിഷ്വൽസ് നമ്മൾ ഏകദേശം 2 മാസമായിട്ട് തന്നെ ഇതിൻ്റെ പിറകിലുണ്ട്. കാരണം ഇതിൻ്റെ പിറകെ പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലേക്ക് 6000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പല മൾട്ടിനാഷണൽ കമ്പനികളും നടത്തുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇതെന്തിനു വേണ്ടിയിട്ട് ഇവർ ഇത് നടത്തുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും അന്വേഷിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിവരങ്ങൾ, നമുക്ക് നമ്മൾ വിചാരിക്കുന്നതല്ല, വലിയ സ്ഫോടനം ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഞാൻ പൊളിച്ചോട് ചോദിക്കട്ടെ, പൊളിച്ചേട്ടന് തന്നെ അറിയാവുന്ന ചില വിഷയങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ ഇതിവൃത്തം വെച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എന്തായിരുന്നു ശരിക്കും ആ ഒരു നടന്ന കഥയാണെന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ആ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ അതിന് ചെറിയൊരു ഷോർട്ട് മാത്രം ഞാൻ പറയാം. കേരളത്തിലെ ഒരു പ്രമുഖ വ്യവസായി ഒരു ബ്ലഡ് ബാങ്ക് തുടങ്ങുന്നതിന് വേണ്ടി ഏകദേശം 10 ലക്ഷം പേരോളം വ്യക്തികളുടെ കയ്യിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്തു. അദ്ദേഹത്തിനും അറിയാം, അന്നത്തെ സർക്കാരിനും അറിയാം, ഒരു സ്വകാര്യ വ്യക്തിക്ക് ബ്ലഡ് ബാങ്ക് തുടങ്ങാൻ കഴിയില്ല എന്ന്. പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ പ്രസ്ഥാനം?
അതിൻ്റെ പുറകിൽ ഞങ്ങൾ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരുപാട് വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിൽ കാണാം രക്തനിർണയ ക്യാമ്പ് എന്ന് പല സ്ഥലങ്ങളും ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് പല സ്ഥലത്തും ഇത് രക്തനിർണയം മാത്രമല്ല, അതൊരു ഡാറ്റ ബാങ്ക് കളക്ഷൻ കൂടിയിട്ടാണ്. ഈ ഡാറ്റ ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ ഒരു പക്ഷേ ഞെട്ടിപ്പോകുന്ന 1-2 കാര്യങ്ങൾ പറയാം. റയർ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് വേൾഡിൽ തന്നെ ഇന്ത്യയിലാണ് അത് കണ്ടുപിടിക്കപ്പെട്ടത്, ബോംബെയിൽ വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ ബോംബെ O പോസിറ്റീവ് എന്നാണ് ആ ബ്ലഡ് ഗ്രൂപ്പിൽ പേര്. ബോംബെ O പോസിറ്റീവിൻ്റെ പ്രത്യേകത ഇന്ത്യയിൽ തന്നെ ഗൂഗിൾ എടുത്ത് നോക്കിയാൽ അറിയാം 400-ൽ പരം ആളുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി അവർ ഫോം ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷം, അതായത് 2025 ബംഗ്ലാദേശിൽ ഒരാൾക്ക് ബോംബെ O പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാൾക്ക് സർജറിക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്നാണ് 3 പേരെ കൊണ്ടുപോയത്, അയാൾക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇടുക്കിയിൽ ഒരു പെൺകുട്ടിക്ക് ഇതേ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്. അവളുടെ ഡെലിവറി സമയത്ത് ഇന്ത്യയിൽ നിന്ന് 7 പേരെ റെഡിയാക്കി നിർത്തി ഇവൾക്ക് ബ്ലഡ് വേണ്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊടുക്കുന്നതിന് വേണ്ടി. അപ്പോൾ അത്രയും റയറായിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് മാത്രമല്ല, അത്രയും അവരുടെ ലൈഫ് എന്ന് പറയുന്നത് റിസ്കി ഫാക്ടറാണ്. അവർ മാത്രമല്ല, ഇതിൽ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റയർ ബ്ലഡ് ഗ്രൂപ്പുകാരുടെ ഒരാളുടെ വില എന്ന് പറയുന്നത് ഇപ്പോൾ AB നെഗറ്റീവുകാരൻ്റെ വില 10 to 25 CR. ഇത് അവർക്ക് പോലും അറിയത്തില്ല. അതുപോലെ തന്നെ ബോംബെ O പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാളുടെ വില 25 കോടി മുതൽ 50 കോടി രൂപയാണ്. ഇവരുടെ എല്ലാം ഓർഗൻസ് കിട്ടുന്നത് വളരെ റയറാണ്. ഒരാൾക്ക് പെട്ടെന്ന് കിഡ്നി പോയി, അല്ലെങ്കിൽ അയാൾക്കൊരു ഹാർട്ട് വേണം, അല്ലെങ്കിൽ ലിവർ വേണം, അയാൾക്ക് ബ്ലഡ് വേണം. ഈ റയർ ബ്ലഡ് ഗ്രൂപ്പുകാർക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ സാധനം തന്നെ കിട്ടണമല്ലോ. മനസ്സിലായി. അപ്പോൾ ഇത്തരം റയറായിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പുകാർ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് നിർണ്ണയിക്കപ്പെടുന്നത് ഈ ഡാറ്റ ബാങ്കിലൂടെയാണ്, പ്രീ മെഡിക്കൽ ക്യാമ്പുകളിലൂടെയാണ് പലതും നിർണ്ണയിക്കപ്പെടുന്നത്. അവര് ഒരു വലിയൊരു ചതിക്കുഴിയിലേക്കാണ്. ഈ ബോംബെ O പോസിറ്റീവ് ബ്ലഡ് ഉള്ള ആളുകൾക്ക് തന്നെയല്ലേ അവരുടെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ? അങ്ങനെയുണ്ടോ? തീർച്ചയായിട്ടും. അവർക്ക് അവരുടെ മാത്രമേ പറ്റത്തുള്ളൂ. അവരെ ബ്ലഡ് മാച്ചിങ് നടത്താൻ പറ്റുള്ളൂ. 2017 എനിക്കൊരു വലിയ ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ഒരു 10-27 എല്ലാം കൊടിഞ്ഞു പോയി. 13 ദിവസം ഞാൻ വെന്റിലേറ്ററിലായിരുന്നു. അപ്പോൾ ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗികളെപ്പോഴും ബോധമില്ലാതെ ഏത് സമയത്തും മരണം കാത്ത് കിടക്കുന്ന വ്യക്തികളാണെന്നാണ് പുറമെ എല്ലാവരുടെയും ധാരണ. ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ആക്സിഡൻ്റ് സമയം മുതൽ വെന്റിലേറ്ററിൽ നിന്ന് പുറത്ത് ഇറങ്ങുന്ന സമയം വരെ ഞാൻ നല്ല കോൺഷ്യസ് ആയിരുന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഞാനിതെല്ലാം ഒരു കണ്ണ് ഡാമേജ് ആയിരുന്നു. എനിക്കെല്ലാം അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുക. അതിനുശേഷം ഞാൻ അവിടെയുള്ള നഴ്സുമാരായിട്ട് കമ്പനി അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, അതായത് അതിനകത്ത് ക്യൂബ് മാരിയുണ്ട്, ഓരോ ക്യാബിൻ. അപ്പോൾ അവിടെ കുറച്ച് ഹൈടെക് ആൾക്കാർ വരുന്നു, അഡ്മിറ്റ് ആവുന്നു. സെയിം ടൈമിൽ കുറേ ബംഗാളികൾ വന്ന് അവിടെ അഡ്മിറ്റ് ആവേണ്ട ബ്ലഡ് മാച്ചിങ് ടെസ്റ്റ് നടത്തുന്നു, ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നു. ഇവർ പോകുന്നു. ഇത് പുറത്താരും അറിയുന്നില്ല. ഈ പൊളിച്ചിട്ട് നമ്മുടെ സേലത്ത് എവിടെ ഒരു ഗ്രാമത്തിലുള്ള പല ആളുകൾക്കും കിഡ്നി ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്ന്. തീർച്ചയായിട്ടും. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രമുഖ ഹോസ്പിറ്റൽ, അതായത് സുനിൽ ജേക്കബ് സാറ് എറണാകുളം സെൻട്രൽ AC ആയിരുന്നപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു മാഫിയയെ പിടിക്കുന്നത്. ഓക്കെ, ഈ മാഫിയകൾ അത് ഹോളോഗ്രാം വരെ അവന്മാർ ഉണ്ടാക്കി വെച്ചിട്ടാണ്. അതായത് അന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് റിലേറ്റീവിന് മാത്രമേ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വ്യാജരേഖ ഉണ്ടാക്കുന്ന ഒരു വീട് തന്നെ കണ്ടെത്തി. അവന് 8ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരുത്തനാണ് അന്ന് ഈ അന്നത്തെ ആധാർ കാർഡല്ല മറ്റേ നമ്മുടെ തിരിച്ചൽ കാർഡ് ഹോളോഗ്രാം വരെ ഉണ്ടാക്കിയിട്ടാണ് അവിടെ ഉണ്ടാക്കിയത്. അതിൽ രാത്രി റെയ്ഡ് ചെയ്ത് പോയി പിടിച്ചു. അതുമായി നടന്ന അന്വേഷണത്തിൽ MG റോഡിലുള്ള ഒരു പ്രമുഖ ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ടായിരുന്നു ഇവൻ ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. MG റോഡിലുള്ള ഒരു പ്രമുഖ ഹോസ്പിറ്റലിന്റെ പേര് ഞാൻ പറയുന്നില്ല, പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം. അതിപ്പോ അടുത്ത വീഡിയോയിൽ ഒരു ഏജന്റ് പറയുന്നത് നമുക്ക് നേരിട്ട് കേൾക്കുകയും ചെയ്യാം. ഏജന്റുമാരുടെ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ ഏജന്റുമാരുടെ പേരിൽ എത്ര കേസുകളുള്ളത്, ഈ സമാനമായിട്ടുള്ള കേസുകൾ എത്ര എണ്ണമാണുള്ളത്.
അവരുടെ പരസ്യമായ വെളിപ്പെടുത്തലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, അത് പരസ്യമായിട്ട് വെളിപ്പെടുത്തല് നമുക്ക് എന്തായാലും ഇപ്പൊ നമുക്കറിയാം കിഴക്കമ്പലത്തൊരു എങ്കിലും ഇടി ശക്തമായിട്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇടപെടണം. ഇപ്പോഴും എനിക്ക് സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവയവ കച്ചവടം എന്നുള്ളത് ഇവിടെ ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ചില മനുഷ്യരുടെ ദാരിദ്ര്യത്തെ അവർ ശരിക്കും കഴിഞ്ഞാൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് യാതൊരുവിധ സംശയവുമില്ല. എന്നിട്ടും ഈ ഇപ്പോൾ പറഞ്ഞു വന്ന അമ്പലമേട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണം എവിടെ വരെ എത്തിയെന്ന് സംസ്ഥാന പോലീസ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇല്ല, എനിക്ക് ചിരി വന്നൊരു കാര്യം എന്താണെന്നറിയോ, ഒരു ആളുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി ആലുവ റൂറൽ SP-യുടെ ഒരു പ്രസ് മീറ്റ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇത് കണ്ടതിൻ്റെ വെരി നെക്സ്റ്റ് ഡേ തന്നെ തൃശ്ശൂരുള്ള ഒരു ഏജന്റിന്റെ അടുത്ത് ഞാൻ പോയി അയാളെ ഞാൻ ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. അയാൾ തന്നെ പറയണം അയാൾ 500ഓളം കിഡ്നിക്ക് മാത്രം അയാൾ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിട്ടുണ്ടെന്ന്. അല്ല, അദ്ദേഹം പറയുന്നത് ഇത് ലീഗലൈസ് ചെയ്യണമെന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ഇത് ലീഗലൈസ് ചെയ്യണം. പക്ഷെ അദ്ദേഹം പറഞ്ഞ കുറെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുണ്ട്. ഫുള്ളായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും, അതായത് പ്രമുഖ ഹോസ്പിറ്റലുകളെല്ലാം തന്നെ നമ്മൾ എന്തെങ്കിലും ഡാമേജ് ആയിട്ടുള്ള ഒരു ഓർഗൻ ഉണ്ടെങ്കിൽ അവിടെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയാൽ മതി. അപ്പം തന്നെ ഹോസ്പിറ്റലിൽ നേരെ ഏജൻറ്റിനെ വിളിക്കും. പിന്നെ ഏജൻറ്റുമായിട്ടാണ് ഡിസ്കഷൻ. മനസ്സിലായോ? ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഈ ഇപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്താൻ ഇപ്പോൾ കീ ഹോൾ സർജറിയാണ്. ഒരു 2 ദിവസം കൊണ്ട് ആൾക്ക് ഒരു 6 മുതൽ 12 മാസം വരെ അവർ റെസ്റ്റ് എടുക്കണം. വലിയ ഹാർഡ് വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരിത് കൊടുക്കുന്ന അതിന് വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നത് താമസിക്കുന്ന ഹോട്ടലിൽ പോലും രജിസ്റ്റർ പോലും മെയിൻറ്റെയിൻ ചെയ്യാതെയാണ്. CC ക്യാമറകളില്ലാത്ത ഹോട്ടലുകൾ വരെ റെഡിയാക്കി വെച്ചു, ലോഡ്ജുകളെല്ലാം റെഡിയാക്കി വെച്ചു. അതൊരു രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് പുള്ളി പറയണ കേട്ടിരിച്ചാൽ. പിന്നെ അതിനിടയിൽ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. തൃശ്ശൂരുണ്ടായിരുന്ന ഒരു IPS ഉദ്യോഗസ്ഥൻ, ഒരു DYSP, ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തോ ഒരു NOC സർട്ടിഫൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു പ്രാവശ്യം സർട്ടിഫൈ ചെയ്യുന്നതിന് പുള്ളി 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ കൊടുക്കാറുണ്ടെന്ന് പുള്ളി പറഞ്ഞു, ഈ കിട്ടുന്ന പൈസന്ന്. അപ്പോൾ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ 30 ലക്ഷം രൂപയാണ് ഒരു പേഷ്യൻ്റെ അടുത്ത് വാങ്ങിക്കണം. ഇത് ആക്ച്വലി ഒരു പാക്കേജാണ്. ഈ പാക്കേജിൽ ഹോസ്പിറ്റലിന് ഇത്ര, ഏജന്റിന് ഇത്ര കൊടുക്കും. ഈ ഏജന്റിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യാജരേഖകൾ ഉണ്ടാക്കുന്നതിന് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസ അവർ മാറ്റി വയ്ക്കണം. അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി സ്ഥിരമായിട്ട് ഇങ്ങനെ പൈസ കൊടുത്തുകൊണ്ടിരുന്നു. ഒരു 10-30 രോഗികൾക്ക് വരെ പുള്ളി പൈസ കൊടുത്തു. അപ്പോൾ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് നാൾ ഈ പൈസ വരുന്നില്ല. അപ്പോൾ പുള്ളിയുടെ അസ്മാദികളെ വിട്ട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ സർജറികൾ ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്, പുള്ളിക്ക് പൈസ വരാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി നൈസായിട്ട് ലോക്ക് ചെയ്തു. കാരണം അതായത് പുള്ളിയുടെ വ്യാജമായിട്ടുള്ള NOC അല്ല, അത് രസം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് തോന്നി ഒരു പുറന് എന്തിനാ ഇയാൾക്ക് ഇത്രയും പൈസ കൊടുക്കുന്നത്. മനസ്സിലായി. അപ്പൊ ആ പുള്ളി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാജമായിട്ട് കളവിൽ വീണ്ടും കള്ളത്തരം. കമ്മീഷണർ ലെറ്റർ ഹെഡ്, കമ്മീഷണർ ലെറ്റർ ഹെഡ്, സീല്, ഇതുപോലെ തന്നെ ഒപ്പും പുള്ളി ഇടാൻ തുടങ്ങി. അങ്ങനെയാണ് കൂടുതൽ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നതും. പുള്ളി ഇത് പിടിക്കപ്പെട്ടപ്പോൾ സമയത്ത് പുള്ളി പറഞ്ഞ ഒറ്റ കാര്യമുണ്ട്, ഈ കേസിൽ എനിക്ക് ശിക്ഷ കിട്ടിയാൽ എൻ്റെ കൂടെ പോരെ ഉന്നത ഉദ്യോഗസ്ഥരും കൂടെ ഉണ്ടാവുന്ന പുള്ളി പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു. കാരണം പുള്ളിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. ഈ കേസ് ട്രയൽ വന്നപ്പോൾ പോലീസ് പിടിച്ചെടുത്ത രേഖകളല്ല കോടതിയിൽ സബ്മിറ്റ് ചെയ്തത്. മനസ്സിലായോ? പുള്ളി തന്നെ പറയുന്നത് ജാംബവാന്റെ കാലത്ത് ഏതോ ഒരു സീലും, ഒരു വലിയ സീലും പുള്ളിയുടെ നിന്ന് പിടിച്ചെടുക്കാത്ത ലെറ്റർ ഹെഡൊക്കെ ആയിരുന്നു കൊടുത്തത്. അങ്ങനെ ആ കേസ് തള്ളിപ്പോയി. അതായത് ഈ പറയുന്ന ഇവിടത്തെ സാധാരണക്കാരായിട്ടുള്ള കുറേ മനുഷ്യരുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുന്ന ഈ ഒരു അവയവ മാഫിയ എന്ന് പറയുന്നത് അവർ വലിയ കോർപ്പറേറ്റ് ഗ്രൂപ്പുകളാണ്. അതെ, വലിയ ഗുണ്ടാ ബന്ധങ്ങളുള്ളവരാണ്. തീർച്ചയായിട്ടും. വലിയ പൊളിറ്റിക്കൽ ബന്ധങ്ങളുള്ളവരാണ്. തീർച്ചയായിട്ടും. വലിയ ബ്യൂറോക്രാറ്റിക് ബന്ധങ്ങളുള്ളവരാണ്. തീർച്ചയായിട്ടും. ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇത് ആ കഴിഞ്ഞ പ്രാവശ്യം ഏജന്റ് പറഞ്ഞ പോലെ ഇത് എന്തിനാണ് പിന്നെ കള്ളത്തരം കാണിക്കുന്നത്, ലീഗലൈസ് ചെയ്തത്? അയാൾ പച്ചയ്ക്ക് പറയുന്നത് ഇതിനൊരു സൊല്യൂഷൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ലീഗലൈസ് ചെയ്യുക പറയുന്നത്. പക്ഷെ അവിടെ പ്രശ്നം വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ കുറച്ച് ഡ്യൂറേഷൻ, ഇപ്പോൾ കിഡ്നി പോയി കുറച്ച് ഡ്യൂറേഷൻ ഉണ്ട്, ഇത് മാറ്റി വയ്ക്കാനായിട്ട് 3-4 മാസം കിട്ടുന്ന ഒരു ടൈം ഉണ്ടെങ്കിൽ നമുക്ക് 6 വേണമെങ്കിലും കണ്ടുപിടിക്കാം. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട്. പക്ഷേ അമേരിക്കയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും വന്ന് പെട്ടെന്ന് സർജറി ചെയ്ത് തിരിച്ച് പോകണമെന്ന് കരുതി വരുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവർക്ക് ഈ 30 ലക്ഷം രൂപ എന്നുള്ള നേരെ 60 ലക്ഷം രൂപ. എന്നാലും ഡോണർക്ക് കിട്ടുന്നത് 5-6 ലക്ഷം രൂപ മാത്രം. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡോണർക്ക് എത്ര കിട്ടുന്നുണ്ട്? ഡോണർക്ക് കൂടി ഒന്ന് 5 ലക്ഷം, ചില കേസുകൾക്ക്
ചിലപ്പോൾ ഒരു പക്ഷേ ഇതിനകത്ത് 8 ലക്ഷം നമുക്ക് രൂപ. മറ്റ് ചില കാര്യങ്ങൾ കൂടി അറിയാൻ സാധിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഈ കിഡ്നി ദാനം ചെയ്തതിന് ശേഷം അവരുടെ മറ്റേ കിഡ്നി ഡാമേജ് ആകുന്ന അവസ്ഥയുണ്ട്. ഉണ്ട്. അങ്ങനെ വന്നതിന് ശേഷം പിന്നീട് ഈ പറഞ്ഞ ആളുകൾ തിരിഞ്ഞു പോലും നോക്കാത്ത സാഹചര്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ള ഒരു വസ്തുതയുണ്ട്. പല കേസിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഈ അടുത്തിടയ്ക്ക് തിരുവല്ല അടുത്ത ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അവരുടെ ഭർത്താവ് ഒരു മോഷ്ടാവാണ്, കള്ളനാണ്, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഇവൻ തൃശ്ശൂരുള്ള ഒരു ടീമിൻ്റെ ഇന്ന് അവൻ്റെ കിഡ്നി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു 2 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിച്ചു. ഈ 2 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിച്ചതിന് ശേഷം ഇവനെ പിന്നെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. പേഷ്യൻറ്റിൻ്റെ അവസ്ഥ ഗുരുതരമായിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഇവൻ ഒരു മോഷണ കേസിൽ ജയിലിൽ പോയി. അങ്ങനെയാണ് ഇവനെ വിളിച്ചിട്ട് കിട്ടാതിരുന്നത്. അപ്പോൾ ഈ ഏജൻറ്റ് അന്വേഷിച്ച് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഇവരുടെ വീടിൻ്റെ അഡ്രസ്സിൻ്റെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇയാൾ ജയിലിലാണെന്ന് മനസ്സിലായി. അങ്ങനെ ജാമ്യത്തിലെടുക്കാനുള്ള പല ശ്രമങ്ങളും നടത്തി നോക്കി, നടന്നില്ല. സ്ഥിരം കുറ്റവാളിയായതുകൊണ്ട് ജാമ്യം കിട്ടില്ല. പക്ഷേ ഈ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ വൈഫിനോട് ബ്ലഡ് മാച്ചിങ് ടെസ്റ്റ് നടത്താൻ പറ്റുമെന്ന് ചോദിച്ചു. ടെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോൾ അവരുടെ കിഡ്നി ഇതിന് മാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ കിഡ്നി എടുത്തു വെച്ചു. അങ്ങനെ ആ കേസിൽ ശരിക്കും പറഞ്ഞാൽ ഇതേ 30 ലക്ഷം രൂപയാണ് ട്രാൻസ്പ്ലാന്റേഷന് വാങ്ങിച്ചത്. അവർക്ക് ആകെ കിട്ടിയിരിക്കുന്നത് 8 ലക്ഷം രൂപയാണ്. ഇതിപ്പോൾ ഈ ഏജൻറ്റുമാരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ പൈസ ശരിക്കും പറഞ്ഞാൽ കൊണ്ടുപോകുന്ന ഒന്ന് ഏജൻറ്റ്, ഇടനിലക്കാരനും അതേപോലെ തന്നെ ഹോസ്പിറ്റലുമാണ് ഇതിൽ ചൂഷണം ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഇപ്പം ഈ അമ്പലമേടിലെ പ്രശ്നത്തിൽ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ ഏജന്റ് മാത്രമാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഏജന്റ് അറസ്റ്റ് ചെയ്യപ്പെട്ടതെന്ന സമയത്തും ഇത് എവിടെ വെച്ച് ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് മുമ്പോട്ട് നീങ്ങാതിരുന്നത്. ആ സമയത്താണ് ഇപ്പോൾ EDയുടെ ഇടപെടൽ വന്നേക്കുന്നത്. ഏതൊക്കെയാലും ഒരു ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് അതിശക്തമായിട്ട് തന്നെ പറയേണ്ടതുണ്ട്. കാരണം അതല്ലെങ്കിൽ പിന്നെ സർക്കാർ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. ഇതിനെ ലീഗലൈസ് ചെയ്ത് ഒരിക്കലും സർക്കാർ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മനുഷ്യത്വം എന്ന് പറയുന്ന ഒന്നുള്ളപ്പോൾ കിഡ്നി വിറ്റ് ജീവിക്കുക അല്ലെങ്കിൽ ലിവർ വിറ്റ് ജീവിക്കുക എന്നൊക്കെ പറയാനായിട്ട് ഒരു സർക്കാരിന് സാധിക്കുമോ? ഞാൻ സിബി ഒരു കാര്യം ചോദിച്ചിട്ട് 2017 വിവരാശ എടുക്കുമ്പോൾ നമ്മൾ അന്ന് 252ഓളം ബ്രെയിൻ ഡെത്ത് നടന്നതായിട്ട് അന്ന് എല്ലാ പത്രങ്ങളിലും വന്നിരുന്നു. ബ്രെയിൻ ഡെത്ത് നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരുന്നു. അത്രയും ഏകദേശം 500ഓളം കിഡ്നി, ഹൃദയം, ലിവർ, സ്കിന്ന്, നമുക്കറിയാം കൈപ്പത്തി വരെ മാറ്റിവെച്ച സംഭവങ്ങളുണ്ടായിരുന്നു. ഓക്കെ, ഇതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഓർഗണ് ഈ ഹോസ്പിറ്റൽ എന്തെങ്കിലും കൺസിഡറേഷൻ ഈ പേഷ്യൻസിന് ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെ നിസ്സംശയം പറയാം. ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ റയർ. ഈ 500 കിഡ്നി വെറുതെ കിഡ്നിക്ക് ഇവരെല്ലാവരും ഈ ഓപ്പറേഷൻ ചാർജിൽ ഒന്നിലും, ഇപ്പം ഞാൻ പറയാം, കോട്ടയം മെഡിക്കൽ കോളേജിൽ 2-3 ട്രാൻസ്പ്ലാന്റേഷൻ നടന്ന് ഞാൻ ആ ഡോക്ടറായിട്ട് നേരിട്ട് പോയി സംസാരിച്ചു. ലിസി ഹോസ്പിറ്റലിൽ ഒരു ഹേർട്ട് ട്രാൻസ്പ്ലാന്റേഷന് 30 ലക്ഷം രൂപ. ഇവിടെ എങ്ങനെ നിങ്ങൾക്ക് 1.5 ലക്ഷം രൂപയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവരിതിനു വേണ്ടി ഉപയോഗിക്കുന്ന തിയേറ്റർ അത് എക്സ്ക്ലൂസീവാണ്, അതിനുവേണ്ടി മാത്രം. അതിൻ്റെ ചാർജ്, ഡോക്ടർ സർജറി നടത്തുന്ന ഡോക്ടർക്ക് ഒരു വലിയ എക്സ്പെൻസ് ഉണ്ട്, അനസ്തീഷ്യയ്ക്ക്, ഹെഡ് നേഴ്സിന്, അതുപോലെ തന്നെ അവരുപയോഗിക്കുന്ന എക്സറീസിനെല്ലാം തന്നെ യൂസ് ആൻഡ് ത്രോണ് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ്. പിന്നെ അവരുപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ, വിജയസാധ്യത കൂടുതൽ. 3 ചെയ്തതിൽ ഒരാൾ മാത്രമേ മരിച്ചുള്ളൂ, 2 പേര് ജീവനോടെ ഇരിക്കുന്നു. അപ്പോൾ ഒരു 60-65% വിജയസാധ്യത അവിടെയായിരുന്നു. 1.5 ലക്ഷം രൂപയില്ല നടത്തിയത്. മനസ്സിലായി. ഇപ്പം നമുക്കറിയാം ചാലക്കുടിയിൽ ഹൃദയം മാറ്റി വെച്ച ഒരാൾ ഇപ്പോൾ ഈ അടുത്തിടയ്ക്കാണ് മരണപ്പെട്ടത്. 13 വർഷം. ഏറ്റവും കൂടുതൽ ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് മാത്രമാണ്. ഈ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നത് ഇവർ എത്ര നാൾ ജീവിച്ചിരിക്കേണ്ടെന്നുള്ള ഒരു കണക്കും എവിടെയില്ല. ഇനി മൃതസഞ്ജീവിനിയാണ് സർക്കാർ കൊണ്ടുവന്ന ഓർഗനൈസേഷൻ. അവിടെ മൃതസഞ്ജീവിനി വഴി ഈ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നതിൻ്റെ ലിസ്റ്റ് പോലും വിവരാവകാശ രേഖകൾ പ്രകാരം അവർ തരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ മറവിൽ നടക്കുന്ന, ഇപ്പം ഞാൻ പറയാം, പല ഹോസ്പിറ്റലുകൾക്കും, സ്വകാര്യ ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടത്തിന് വരെ അനുമതി കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും പൊളിച്ചേട്ട കറക്റ്റ് സമയത്താണ് നമ്മൾ കണ്ടുമുട്ടിയിരിക്കുന്നത്. കാരണം ഈ അവയവ മാഫിയയുടെ ഒരുപാട് വലിയ രഹസ്യങ്ങൾ നമുക്ക് അധികാരികളോട് പറയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. നമുക്ക് വീണ്ടും ഇരിക്കാം. ഉറപ്പായും.